രാജ്യത്ത് CAA നടപ്പാക്കി കേന്ദ്ര സർക്കാർ. CAA പ്രകാരം അപേക്ഷിച്ച 14 പേർക്ക് പൗരത്വം നൽകി. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയിരിക്കുന്നത്. 400 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ BJP വീണ്ടും അധികാരത്തിലേറിയാൽ കാശിയിലും മധുരയിലും ക്ഷേത്രം ഉറപ്പാക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ BJP അന്വേഷണം ആവശ്യപ്പെട്ടു. കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. പശ്ചിമ ബംഗാൾ ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ മമതാ ബാനർജി ശ്രമിക്കുന്നതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ബംഗാളിനെ ഭാരതത്തിലെ പാകിസ്ഥാനാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് CAA നടപ്പാക്കി കേന്ദ്ര സർക്കാർ. CAA പ്രകാരം അപേക്ഷിച്ച 14 പേർക്ക് പൗരത്വം നൽകി. ആദ്യമായി അപേക്ഷിച്ചവർക്കാണ് പൗരത്വം ലഭിച്ചത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയിരിക്കുന്നത്. പൗരത്വ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്ന് തന്നെ കൈമാറി. 300 പേർക്ക് കൂടി ഇന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് അമിത്ഷായും അറിയിച്ചു. 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ആദ്യഘട്ടത്തിൽ ലഭിച്ച അപേക്ഷകളിൽ 14 പേർക്കാണ് പൗരത്വ രേഖകൾ ആഭ്യന്തര മന്ത്രാലയം കൈമാറിയത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ന് തന്നെ പൗരത്വത്തിന് അപേക്ഷിച്ച 300 പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് അമിത്ഷാ അറിയിച്ചു. 2014 में आए थे, बहुत खुशी हुई थी. जब CA पास हुआ था तो बहुत खुशी हुई थी. आज तो उससे भी ज्यादा हो रही है. वहाँ तो बहुत दिक्कतें थी. पाकिस्तान में हमें बहुत दिक्कतें थी. मतलब हम लड़कियां वहाँ पढ़ नहीं पाती थी और घर से बाहर नहीं निकल पाती थी. मतलब निकलना था तो भी हम बुर्का पहन के निकलती थी वहाँ मुसलमानों का वो करके. और हम इंडिया में आए तो बहुत अच्छा हमें लगता है. हम पढ़ लिख रहे हैं. मैं भी 11th क्लास में पढ़ रही हूँ. बहुत समय से इंतजार था कि हमें कब नागरिकता मिलेगी, कब यहाँ के हम होंगे और कब हमारे बच्चे पढ़े लिखेंगे. ये अभी शुक्र है मोदी जी का, यहाँ के देश का, कि हमें नागरिकता मिल गई और हम इंडिया के हो गए. सर ड्रीम कम ट्रू वाली फीलिंग है. मतलब दिल बहुत खुश है कि नया जन्म हो गया, लाइक नया बॉर्न हो गया. मतलब कि बहुत खुशी है इस चीज़ की कि नागरिकता मिली है हमें सर पाकिस्तान से. जी इंसान को राइट्स नहीं होते तो फिर किस काम का. इससे राइट्स मिलेंगे, लाइक हम आगे जाके मतलब एजुकेशन लेवल में भी आगे जा सकते हैं. कुछ नौकरी वोकरी कुछ भी मिल सकता है हमें. मेजॉरिटी हो सकती है हमारी. ऐसे बहुत अच्छी ഫീലിംഗ് है. 2019 പൗരത്വ ഭേദഗതി നിയമം ഭാരതത്തിന്റെ പാർലമെന്റ് പാസാക്കിയത്. 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. തുടർന്ന് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും തയ്യാറായി. ഈ പോർട്ടൽ വഴി അപേക്ഷിച്ച ആദ്യഘട്ടത്തിലെ 300 പേർക്കാണ് ഇന്ന് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുക. അപേക്ഷ ലഭിച്ചവരുടെ രേഖകളുടെ പരിശോധനയും നേരിട്ടുള്ള ഹിയറിംഗും നടന്നതിന് ശേഷമാണ് പൗരത്വം നൽകിയത്. 2014 ഡിസംബർ 31 മുമ്പ് ഭാരതത്തിലെത്തിയ വിവേചനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഭാരതത്തിലെത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി വിഭാഗങ്ങൾക്കാണ് പൗരത്വം ഈ നിയമം വഴി ലഭ്യമാകുക. നാഷണൽ ഡെസ്ക്, ജനം.